നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം ബാങ്ക് ബാലൻസ് നോക്കി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജോലി ചെയ്താൽ മതിയോ എന്ന് ഭയത്തോടെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിക്കുന്ന പണം മാസാവസാനമാകുമ്പോഴേക്കും എങ്ങോട്ടാണ് അപ്രത്യക്ഷമാകുന്നത് എന്നറിയാതെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾ തനിച്ചല്ല. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമാണിത്. നമ്മളിൽ പലരും വളർന്നത് ഒരേ ഒരു സാമ്പത്തിക പാഠം കേട്ടാണ്: നന്നായി പഠിക്കൂ, നല്ലൊരു ജോലി നേടൂ, സുരക്ഷിതമായ ജീവിതം നയിക്കൂ. എന്നാൽ ഈ ഫോർമുലയിൽ എന്തോ ഒരു അടിസ്ഥാനപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? കഠിനാധ്വാനം ചെയ്യുന്നവർ ദരിദ്രരായി തുടരുകയും മറ്റു ചിലർ ഒന്നും ചെയ്യാതെ സമ്പന്നരാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റോബർട്ട് കിയോസാക്കിയുടെ ജീവിതം ഈ ചോദ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 പിതാക്കന്മാരുണ്ടായിരുന്നു. ഒരാൾ സ്വന്തം പിതാവ്, ഉന്നത വിദ്യാഭ്യാസം നേടിയ സർക്കാർ ജോലിക്കാരൻ. മറ്റേയാൾ തന്റെ സുഹൃത്തിന്റെ പിതാവ്, സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തൊരു സംരംഭകൻ. ഈ 2 മനുഷ്യരും പണത്തെക്കുറിച്ച് തികച്ചും വിരുദ്ധമായ രീതിയിലാണ് ചിന്തിച്ചത്. ഒരാൾ എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മറ്റേയാൾ ചോദിച്ചത്, അത് താങ്ങാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ്. ഈ 2 ചോദ്യങ്ങളുടെ ഇടയിലെ ചെറിയ അകലം ദാരിദ്ര്യത്തിനും സമ്പത്തിനും ഇടയിലുള്ള വലിയ വിടവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അടിസ്ഥാന ധാരണയെ തന്നെ തകിടം മറിക്കുന്ന ഒരു അനുഭവമാണ്. സമ്പത്ത് എന്നാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മിക്ക ആളുകളും കരുതുന്നത് ഉയർന്ന ശമ്പളം, വലിയ വീട്, ആഡംബര കാറുകൾ എന്നിവയാണ് സമ്പത്തിന്റെ ലക്ഷണങ്ങൾ എന്നാണ്. എന്നാൽ ഇത് വലിയൊരു വിഡ്ഢിത്തമാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സമ്പന്നനാണോ ദരിദ്രനാണോ എന്ന് നിർണ്ണയിക്കുന്നത് അയാളുടെ വരുമാനമല്ല, മറിച്ച് അയാളുടെ നിക്ഷേപങ്ങളും ആസ്തികളും അയാൾക്ക് വേണ്ടി എത്രത്തോളം അധ്വാനിക്കുന്നു എന്നതാണ്. ഒരു ദിവസം നിങ്ങൾ ജോലിക്ക് പോകുന്നത് നിർത്തിയാൽ നിങ്ങളുടെ ജീവിത ചെലവ് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അളക്കാനുള്ള ഏക മാനദണ്ഡം. മിക്ക ആളുകളുടെയും ഉത്തരം ഒരുപക്ഷെ 1-2 മാസമായിരിക്കും. എന്നാൽ ഒരു യഥാർത്ഥ സമ്പന്നന്റെ ഉത്തരം അനന്തമാണ്. കാരണം അയാൾക്ക് ജോലി ചെയ്യുന്നത് അയാളുടെ ആസ്തികളാണ്, അയാളല്ല. ഈ ഒറ്റ ആശയം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോരുന്നതാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും ദരിദ്രരും മധ്യവർഗക്കാരും ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുന്നതും എന്തുകൊണ്ടാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. കാരണം പണത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എന്താണ് പറയുന്നത്? പണം എല്ലാ തിന്മകളുടെയും മൂലമാണോ, അതോ പണത്തിന്റെ അഭാവമാണ് എല്ലാ തിന്മകളുടെയും മൂലം എന്നാണോ? ഈ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്കൂളുകൾ എത്ര മികച്ചതാണെങ്കിലും പണത്തെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല. ഗണിതം, ശാസ്ത്രം, ചരിത്രം ഇവയെല്ലാം പഠിക്കും, പക്ഷേ സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയം പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു. ഇതിന്റെ ഫലമായി മിടുക്കരായ ആളുകൾ മോശം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് നാം കാണുന്നു. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഉയർന്ന ശമ്പളം വാങ്ങിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവർ പണം സമ്പാദിക്കാൻ പഠിച്ചിട്ടുണ്ട്, എന്നാൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ല. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ കൂടുതൽ പണം സമ്പാദിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇത് ശമ്പളം കൂടുമ്പോൾ ചെലവും കൂടുന്ന പാർക്കിൻസൺ നിയമം പോലെയാണ്. ഇത് തടയാൻ നിങ്ങൾക്ക് സാമ്പത്തിക സാക്ഷരത ആവശ്യമാണ്. സാമ്പത്തിക സാക്ഷരത എന്നത് അക്കൗണ്ടിംഗ് മനസ്സിലാക്കലല്ല, മറിച്ച് ഒരു ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള കഴിവാണ്. ഇത് വളരെ ലളിതമായി തോന്നും, പക്ഷെ അതാണ് എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളുടെയും കാതൽ. ഒരു ആസ്തി എന്താണ്? നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം എത്തിച്ചു തരുന്ന എന്തും. ഒരു ബാധ്യത എന്താണ്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന എന്തും. വളരെ ലളിതം. പക്ഷേ മിക്ക ആളുകളുടെയും ജീവിതത്തിലെ ദുരന്തം എന്താണെന്നാൽ അവർ ബാധ്യതകൾ വാങ്ങി അതിനെ ആസ്തികളായി തെറ്റിദ്ധരിക്കുന്നു എന്നതാണ്. ഒരു വ്യക്തി തന്റെ സ്വപ്ന വീട് വാങ്ങുന്നു. അവൻ കരുതുന്നു അത് തന്റെ ഏറ്റവും വലിയ ആസ്തിയാണെന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ആ വീട് ഒരു ബാധ്യതയാണ്. കാരണം അത് അയാളുടെ പോക്കറ്റിൽ നിന്ന് മോർട്ട്ഗേജ് പലിശ, പ്രോപ്പർട്ടി ടാക്സ്, മെയിന്റനൻസ്, ഇൻഷുറൻസ് എന്നിവയുടെ രൂപത്തിൽ മാസം തോറും പണം വലിച്ചെടുക്കുന്നു. അത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തരുന്ന ദിവസം വരെ അതൊരു ബാധ്യത മാത്രമാണ്. ഒരു വീട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു തന്നെയായിരിക്കാം, പക്ഷെ അത് ശരിക്കും ഒരു ബാധ്യതയാണെന്ന ഈ തിരിച്ചറിവ് നിങ്ങളെ ഞെട്ടിക്കും. അതുപോലെയാണ് കാറുകൾ. ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ വില കുറഞ്ഞു തുടങ്ങുന്ന ഒരു ബാധ്യത. സമ്പന്നരും ദരിദ്രരും മധ്യവർഗക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദരിദ്രരുടെയും മധ്യവർഗക്കാരുടെയും വരുമാനം നേരിട്ട് ചെലവുകളിലേക്ക് പോകുന്നു. ശമ്പളം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് ബാധ്യതകളുടെ പേയ്മെന്റുകൾക്ക് മാറ്റിവച്ചിരിക്കുന്നു.
എന്നാൽ സമ്പന്നർ എന്താണ് ചെയ്യുന്നത്? അവർ ആസ്തികൾ വാങ്ങുന്നു. ആ ആസ്തികൾ വരുമാനമുണ്ടാക്കുന്നു. ആ വരുമാനം കൊണ്ട് അവർ ബാധ്യതകൾ സ്വന്തമാക്കുന്നു. ഇതാണ് പണത്തിന്റെ അടിസ്ഥാന രഹസ്യം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കൂ. നിങ്ങളുടെ ആസ്തികോളവും ബാധ്യതകോളവും എങ്ങനെയുണ്ട്? ഒരു സ്വന്തം വീടും ഒരു കാറും ചില ഫാൻസി ഗാഡ്ജറ്റുകളും മാത്രമുള്ള ഒരു ബാലൻസ് ഷീറ്റ് നിങ്ങളുടേതാണെങ്കിൽ അത് ഗുരുതരമായൊരു മുന്നറിയിപ്പാണ്. ഒരു ധനികന്റെ ബാലൻസ് ഷീറ്റിൽ വാടക വരുമാനം നൽകുന്ന റിയൽ എസ്റ്റേറ്റ്, ഡിവിഡൻഡ് നൽകുന്ന ഓഹരികൾ, റോയൽറ്റി നൽകുന്ന ബുദ്ധിസമ്പത്ത്, ലാഭം നൽകുന്ന ബിസിനസ്സുകൾ എന്നിവ നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ സ്വന്തം കാര്യം ആലോചിക്കുക. ഒരു പുതിയ ഐഫോൺ വാങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് ചേർക്കുന്നത്? ഒരു പുതിയ ബാധ്യത. പക്ഷേ ആ പണം കൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് വാങ്ങിയാൽ അതൊരു ആസ്തി ചേർക്കുന്നു. ഇത് വെറും ചില്ലറ കണക്കുകളല്ല, ജീവിതത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു ചിന്താഗതിയാണ്. ഇവിടെയാണ് റോബർട്ട് കിയോസാക്കി റാറ്റ് റേസ് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ഇത് മലയാളത്തിൽ എലിപ്പന്തയം എന്ന് പറയാം. ഒരു ചക്രത്തിനുള്ളിലെ എലിയെപ്പോലെ നിങ്ങൾ എത്ര വേഗത്തിൽ ഓടിയാലും മുന്നോട്ടു പോകാത്ത അവസ്ഥ. രാവിലെ ഉണരുക, ജോലിക്ക് പോകുക, ബില്ലുകൾ അടക്കുക, വീണ്ടും ജോലി ചെയ്യുക. ശമ്പളം കൂടും, ചെലവും കൂടും. കുറച്ചുകൂടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പ്രൊമോഷൻ വാങ്ങുന്നു, പിന്നെയും ചെലവ് കൂടുന്നു. ഒരു പുതിയ കാർ വാങ്ങുന്നു, പിന്നെ ഒരു വലിയ വീട്. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മിക്ക ആളുകൾക്കും ഒരിക്കലും കഴിയുന്നില്ല. എന്താണ് ഈ എലിപ്പന്തയത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി? സ്വന്തം ജോലിയല്ലാത്തൊരു വരുമാനം, പാസീവ് ഇൻകം. നിങ്ങളുടെ ജോലിയല്ലാതെ നിങ്ങളുടെ ആസ്തികൾ നിങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കുന്ന അവസ്ഥ. ഇത് നിഷ്ക്രിയ വരുമാനം എന്ന് വിളിക്കപ്പെടുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ നിഷ്ക്രിയമല്ല. അതിനു പിന്നിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിയുടെ സജീവമായ പ്രവർത്തനമുണ്ട്. മധ്യവർഗക്കാരന്റെ പ്രധാന വരുമാനം ശമ്പളമാണ്. അത് ആക്റ്റീവ് ഇൻകമാണ്. നിങ്ങൾ പണിക്ക് പോകാതിരുന്നാൽ വരുമാനം നിലയ്ക്കും. എന്നാൽ പാസീവ് ഇൻകം വരുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നോ, റിയൽ എസ്റ്റേറ്റിൽ നിന്നോ, ഓഹരി വിപണിയിൽ നിന്നോ, ബൗദ്ധിക സ്വത്തവകാശങ്ങളിൽ നിന്നോ ഒക്കെയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം ജോലി ചെയ്യുന്നു. ഇതൊരു സ്വപ്നം പോലെ തോന്നുമെങ്കിലും ഇത് തികച്ചും യുക്തിസഹവും പ്രായോഗികവുമാണ്. എന്തുകൊണ്ടാണ് മിക്ക ആളുകളും ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ പാടുപെടുന്നത്? കാരണം അവരുടെ ജീവിതത്തിന്റെ ചലനാത്മകത പൂർണ്ണമായും ഭയത്തെയും അത്യാഗ്രഹത്തെയും ചുറ്റിപ്പറ്റിയാണ്. തൊഴിൽ രഹിതനാകുമോ എന്ന ഭയം, ബില്ലുകൾ അടക്കാൻ കഴിയാതെ വരുമോ എന്ന ഭയം, സമൂഹത്തിൽ മോശക്കാരനായി കണക്കാക്കപ്പെടുമോ എന്ന ഭയം. ഈ ഭയം നമ്മളെ കൊണ്ടുപോകുന്നത് ജോലി എന്ന സുരക്ഷിതത്വത്തിലേക്കാണ്. എന്നിട്ട് ശമ്പളം വരുമ്പോൾ പുതിയ കാറിനോടുള്ള ആഗ്രഹം, പുതിയ വീടിനോടുള്ള ആഗ്രഹം, മറ്റുള്ളവരെക്കാൾ മികച്ചതായി കാണിക്കാനുള്ള അത്യാഗ്രഹം. ഈ വികാരങ്ങളുടെ ഒരു ഊഞ്ഞാലാട്ടമാണ് മിക്കവരുടെയും ജീവിതം. ഭയം നമ്മളെ പണം സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നു, അത്യാഗ്രഹം ആ പണം ഉടൻ ചിലവാക്കാനും. ഈ ചക്രം തകർക്കാനുള്ള ഏക മാർഗം പണത്തെക്കുറിച്ചുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. പണം വെറും ഒരു ഉപകരണമായി കാണാൻ പഠിക്കുക. ഭയം തോന്നുമ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ ഭയം നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുക. പണത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ഭയം യഥാർത്ഥത്തിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താനുള്ള ഒരു പ്രേരകമാകണം, ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാനുള്ള കാരണമല്ല. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം സ്വയം സംശയമാണ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു പാവമാണ്, എനിക്ക് പണമില്ല, സമ്പന്നരാകുന്നത് മോശമാണ് തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. ഇതിനെയാണ് റോബർട്ട് കിയോസാക്കി പാവങ്ങളുടെ മാനസികാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഈ മാനസികാവസ്ഥ നിങ്ങൾക്ക് എത്ര പണം ലഭിച്ചാലും നിങ്ങളെ ദരിദ്രരാക്കി നിലനിർത്തും. കാരണം നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ സമ്പത്ത് നിങ്ങൾക്കുള്ളതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ലോട്ടറി അടിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും വർഷങ്ങൾക്കുള്ളിൽ തങ്ങളുടെ പഴയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം അവരുടെ മാനസികാവസ്ഥ മാറിയിട്ടില്ല. പണം ഒരു നദി പോലെയാണ്. നിങ്ങളുടെ മനസ്സിന്റെ കപ്പാസിറ്റിക്കനുസരിച്ച് മാത്രമേ അത് നിങ്ങളിൽ നിലനിൽക്കൂ. നിങ്ങളുടെ മനസ്സ് ഒരു ചെറിയ കപ്പ് പോലെയാണെങ്കിൽ ആ കപ്പിനുള്ളിൽ കൊള്ളുന്നത്ര പണം മാത്രമേ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയൂ. ബാക്കി പണം കവിഞ്ഞൊഴുകും. ഈ മാനസിക കപ്പാസിറ്റി വലുതാക്കാനുള്ള ഏക മാർഗം നിരന്തരമായ പഠനമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ എത്രത്തോളം തുറന്ന മനസ്സോടെ ഇരിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധി വർദ്ധിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെയല്ല പഠിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ രക്ഷിതാക്കൾ അവർ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന സാമ്പത്തിക പ്രോഗ്രാമിംഗ് നടത്തിയിട്ടുണ്ട്. പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്ന് കേട്ടാണ് നമ്മൾ വളർന്നത്. എന്നാൽ ഒരു യഥാർത്ഥ സംരംഭകൻ ചിന്തിക്കുന്നത് പണം ഒരു ആശയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആശയങ്ങൾ എന്റെ മനസ്സിൽ ധാരാളമുണ്ട് എന്നാണ്. 2 തലമുറകൾക്കിടയിൽ നിങ്ങളൊരു പാലമാകണം. പഴയ തലമുറ പകർന്നു തന്ന കഠിനാധ്വാനം ചെയ്യുക, പണം മിച്ചം വെക്കുക എന്ന തത്വം ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കില്ല എന്ന് മനസ്സിലാക്കുക.
1970കളിൽ പ്രവർത്തിച്ച സൂത്രവാക്യങ്ങൾ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ അർത്ഥശൂന്യമാണ്. ഇന്ന് കറൻസികൾ ഇനി സ്വർണത്തോട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര ബാങ്കുകൾ ഇഷ്ടം പോലെ പണം അച്ചടിക്കുന്നു. ഈ പണം സമ്പദ്വ്യവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള കറൻസിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങൾ പണം സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നഷ്ടം സഹിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച സുരക്ഷിതത്വത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നത് സാമ്പത്തിക ആത്മഹത്യയാണ്. പണത്തിന്റെ മൂല്യം കുറയുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഇൻഫ്ലേഷൻ എന്ന ഭീകരനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ 4 പലിശ കിട്ടുന്നത് ഒരു നേട്ടമായി നിങ്ങൾ കരുതുന്നുണ്ടാകും. എന്നാൽ യഥാർത്ഥ പണപ്പെരുപ്പം 6 ആണെങ്കിൽ നിങ്ങളുടെ പണത്തിന്റെ വാങ്ങൽ ശേഷി ഓരോ വർഷവും 2 വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാരും നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. ബാങ്കുകൾ നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നു, പക്ഷെ അതിന്റെ മൂല്യം രക്ഷിക്കുന്നില്ല. ഇതാണ് സാമ്പത്തിക ബുദ്ധിയുടെ അഭാവം നമ്മളോട് ചെയ്യുന്നത്. നിഷ്കളങ്കരായ നിക്ഷേപകരെ സൃഷ്ടിക്കാൻ ഈ വ്യവസ്ഥ ബോധപൂർവം രൂപകൽപ്പന ചെയ്തതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ കുറ്റം മുഴുവൻ വ്യവസ്ഥയുടെ മേൽ ചാരുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക എന്നതാണ്. കിയോസാക്കിയുടെ ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്ന് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങണം എന്നാണ് തോന്നുക. എന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ ആസ്തികോളം ശക്തിപ്പെടുത്തുന്നതിൽ നിരന്തരം ശ്രദ്ധിക്കുക എന്നതാണ് യഥാർത്ഥ ബിസിനസ്. നിങ്ങളൊരു ജോലിക്കാരനോ ചെറിയ കച്ചവടക്കാരനോ ആകട്ടെ, നിങ്ങളുടെ യഥാർത്ഥ ജോലി നിങ്ങളുടെ ബിസിനസ്സാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി വെറുമൊരു ഇടത്താവളം മാത്രമാണ്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ ആസ്തികൾ വാങ്ങുന്നു. ആ ആസ്തികൾ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഒടുവിൽ ഒരു ദിവസം നിങ്ങളുടെ ആസ്തികളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ ശമ്പളത്തേക്കാൾ കൂടുതലാകുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകുന്നു. അതുവരെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആസ്തികളുടെ കോളം കെട്ടിപ്പടുക്കുന്നതിലായിരിക്കണം. നിങ്ങൾക്ക് സാമ്പത്തികമായി പുരോഗമിക്കണമെങ്കിൽ 5 പ്രധാന കഴിവുകൾ ആവശ്യമാണ്. 1. പണമുണ്ടാക്കാനുള്ള കഴിവ്. 2. വരുമാനത്തിന്റെ ഒരു ഭാഗം സംരക്ഷിക്കാനുള്ള കഴിവ്. 3. പണം ബഡ്ജറ്റ് ചെയ്യാനുള്ള കഴിവ്. 4. പണം കൊണ്ട് കൂടുതൽ പണമുണ്ടാക്കാനുള്ള കഴിവ്, അതായത് നിക്ഷേപബുദ്ധി. 5. നികുതി ലാഭിക്കാനുള്ള കഴിവ്. ഈ അവസാന കഴിവിനെക്കുറിച്ച് കൂടുതലൊന്നും ആരും സംസാരിക്കാറില്ല. ഒരു സാധാരണ ജീവനക്കാരൻ തന്റെ വരുമാനം നേടുന്നതിന് മുമ്പ് തന്നെ നികുതി പിടിക്കപ്പെടുന്നു. അതായത് നിങ്ങൾ സമ്പാദിക്കുക, സർക്കാരിന് നികുതി കൊടുക്കുക, ബാക്കിയുള്ളത് ജീവിക്കാൻ ചെലവഴിക്കുക. ഇതാണ് ജീവനക്കാരുടെ ഗതി. എന്നാൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ നിക്ഷേപകൻ ആദ്യം സമ്പാദിക്കുന്നു, പിന്നീട് ചെലവഴിക്കുന്നു, അവസാനം ബാക്കി വരുന്നതിനാണ് നികുതി. ഈ വ്യത്യാസം ചെറുതായി തോന്നാം, പക്ഷെ ദീർഘകാലത്തേക്ക് അത് വലിയ മൂലധനം സൃഷ്ടിക്കുന്നു. കോർപ്പറേഷനുകൾ ഇത് നന്നായി അറിയാം. നിങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പോലും നിങ്ങൾക്ക് വലിയ നികുതി ആനുകൂല്യങ്ങൾ നൽകിയേക്കാം. നിയമപരമായി നികുതി കുറയ്ക്കാനുള്ള വഴികൾ മനസ്സിലാക്കുന്നത് സാമ്പത്തിക ബുദ്ധിയുടെ ഭാഗമാണ്. ഇത് ഒരു തരം ഗെയിമാണ്. ഈ ഗെയിമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നവർ വിജയിക്കുന്നു, മനസ്സിലാക്കാത്തവർ അടിമകളായി തുടരുന്നു. യഥാർത്ഥ സമ്പന്നർ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ പണമുണ്ടാക്കാൻ പണം ഉപയോഗിക്കുന്നു. ഇതൊരു ലളിതമായ തത്വമാണ്, പക്ഷെ മിക്ക ആളുകൾക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുന്നു. കാരണം പണം നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ തളർത്തുന്നു. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു വ്യക്തി തന്റെ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. ഡൗൺ പേയ്മെന്റായി 20 നൽകി ബാക്കി 80 ബാങ്ക് ലോൺ. ആ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് കൊടുക്കുന്നു. വാടക വരുമാനം കൊണ്ട് ലോൺ തിരിച്ചടവ് നടക്കുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലോൺ തീരും. ആ അപ്പാർട്ട്മെന്റ് ഇപ്പോൾ അയാൾക്ക് വേണ്ടി പണമുണ്ടാക്കുന്നു. അതിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ആ വസ്തുവിന്റെ വിലയുടെ 1% വീണ്ടും ലോണായി എടുത്ത് അടുത്ത വസ്തു വാങ്ങുന്നു. ഇങ്ങനെ പണത്തെ സൃഷ്ടിക്കുന്നു. ഇത് ഓപ്പം അതർ പീപ്പിൾസ് മണി, മറ്റുള്ളവരുടെ പണം ഉപയോഗിക്കുന്ന കലയാണ്. ബാങ്കിന്റെ പണം കൊണ്ട് ആസ്തികൾ സമ്പാദിക്കുക. നിങ്ങൾ ചിന്തിക്കും, ഇത് വലിയ റിസ്ക് അല്ലേ എന്ന്. യഥാർത്ഥത്തിൽ സാമ്പത്തിക അജ്ഞതയാണ് ഏറ്റവും വലിയ റിസ്ക്. വിദ്യാഭ്യാസമില്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് അപകടം. വിദ്യാസമ്പന്നനായ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് വളരെ കുറവാണ്. കാരണം അയാൾക്ക് കണക്കുകൾ മനസ്സിലാകും, മാർക്കറ്റ് ട്രെൻഡുകൾ വായിക്കാനറിയാം, നിയമപരമായ സംരക്ഷണങ്ങളെക്കുറിച്ച് അറിയാം. എനിക്ക് പണമില്ല എന്നത് ഒരു ഒഴികഴിവായി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടാകും. എന്നാൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് പണമില്ലായ്മ ഒരു അവസരമാണെന്നാണ്. പണമില്ലാത്തതിനാൽ നിങ്ങൾ നിർബന്ധിതരാകുന്നത് സർഗാത്മകമായി ചിന്തിക്കാനാണ്. ധാരാളം പണമുണ്ടെങ്കിൽ മോശം തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത കൂടുതലാണ്. പണത്തിന് ബുദ്ധിയെ മറയ്ക്കാൻ കഴിയും. എന്നാൽ പണം കുറവായിരിക്കുമ്പോൾ
നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ധാരാളം പണമല്ല, മറിച്ച് ധാരാളം ആശയങ്ങളും ധൈര്യവുമാണ്. ഒരു നല്ല ഡീൽ കാണുമ്പോൾ ബാക്കിയുള്ളവർ ഭയക്കുമ്പോൾ അതിൽ ചാടാൻ മാത്രം ധൈര്യം. ഇത് വെറും ചൂതാട്ടമല്ല, കണക്കുകൂട്ടിയുള്ള ഒരു ചുവടുവയ്പ്പാണ്. വിപണി കുത്തനെ ഇടിയുമ്പോൾ, ആളുകൾ ഭയന്ന് ഓഹരികൾ വിൽക്കുമ്പോൾ ധനികർ വാങ്ങിക്കൂട്ടുന്നു. ഇത് മനസ്സിന്റെ ഒരു ഗെയിമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നതിന്റെ നേർവിപരീതം ചെയ്യാനുള്ള മനക്കരുത്ത് വളർത്തിയെടുക്കുക. വാറൻ ബഫറ്റിന്റെ പ്രസിദ്ധമായ വാചകം മറക്കരുത്: മറ്റുള്ളവർ അത്യാഗ്രഹം കാണിക്കുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയക്കുമ്പോൾ അത്യാഗ്രഹം കാണിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങളുടെ തലച്ചോറാണ്. ഒരു മെഷീനും നിങ്ങളുടെ മനസ്സിനെ പോലെ സങ്കീർണമായി പ്രവർത്തിക്കില്ല. എന്നാൽ മിക്ക ആളുകളും ഈ അമൂല്യമായ ആസ്തിയെ നിസ്സാരമായി കാണുന്നു. കാലഹരണപ്പെട്ട കാഴ്ചപ്പാടുകളിൽ ഉറച്ചുനിന്ന് അവർ മനസ്സിനെ തുരുമ്പിടാൻ അനുവദിക്കുന്നു. പണത്തിന്റെ കാര്യം വരുമ്പോൾ അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നു. എന്റെ ബ്രോക്കർ പറഞ്ഞു, എന്റെ അക്കൗണ്ടന്റ് പറഞ്ഞു എന്നൊക്കെ. എന്നാൽ ആരും നിങ്ങളുടെ പണത്തെ നിങ്ങളെക്കാൾ കരുതലോടെ കൈകാര്യം ചെയ്യില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ സാമ്പത്തിക ഭാവി പൂർണ്ണമായും നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലമാണ്. ഈ തീരുമാനങ്ങൾ ശക്തിപ്പെടുത്താൻ നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം. സെമിനാറുകളിൽ പോകുക, പുസ്തകങ്ങൾ വായിക്കുക, വിജയികളായ ആളുകളുമായി സംസാരിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കും. എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിനെ അടച്ചുപൂട്ടും. ഇത് താങ്ങാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിനെ തുറക്കും. ഈ രണ്ട് മാനസികാവസ്ഥകൾക്കിടയിൽ ജീവിക്കാനുള്ള ശരാശരി മനുഷ്യന്റെ പോരാട്ടമാണ് സാമ്പത്തിക വിജയം അല്ലെങ്കിൽ പരാജയം. നമുക്ക് ജോലിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു ജോലിയുള്ളതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതനാണോ? ഇല്ല. നിങ്ങൾ ഒരു ജീവനക്കാരനാണെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ സ്വപ്നം നിറവേറ്റാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇത് മനസ്സിലാക്കാൻ അല്പം കഠിനമാണെങ്കിലും ഇതാണ് സത്യം. നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്തോറും നിങ്ങളുടെ തൊഴിലുടമ കൂടുതൽ സമ്പന്നനാകുന്നു. നിങ്ങളുടെ സൃഷ്ടിപരമായ ഊർജം മുഴുവൻ മറ്റൊരാളുടെ ആസ്തിക്കോളം കെട്ടിപ്പടുക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആസ്തിക്കോളം വളരാതെ കിടക്കുന്നു. ജോലി എന്നത് ഒരു ഹ്രസ്വകാല പരിഹാരം മാത്രമാണ്. നിങ്ങളുടെ പാസീവ് ഇൻകം നിങ്ങളുടെ ജീവിത ചെലവിനേക്കാൾ കൂടുതലാകുന്നതുവരെ ആവശ്യമായ ഒരു തിന്മയായി മാത്രമേ നിങ്ങൾക്ക് ജോലിയെ കാണാൻ കഴിയൂ. ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏക നേട്ടം നിങ്ങളുടെ ജോലി ചെയ്യുന്നതിനിടയിൽ പുതിയ കഴിവുകൾ നേടാനുള്ള അവസരമാണ്. നിങ്ങളുടെ ജോലിയെ ഒരു പഠന അനുഭവമായി കാണുക. ശമ്പളം വാങ്ങി പഠിക്കുക. നിങ്ങൾക്ക് വിൽപ്പന എന്ന കല പഠിക്കണോ? മാർക്കറ്റിംഗ് മനസ്സിലാകണോ? മാനേജ്മെന്റ് കഴിവുകൾ വേണോ? ഇവയെല്ലാം നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളാണ്. അതിനാൽ എപ്പോഴും നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നതിലായിരിക്കണം ശ്രദ്ധ, എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കാം: ഞാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഉത്തരം അതിശയകരമാം വിധം ലളിതമാണ്. ആദ്യം ഒരു സത്യസന്ധമായ സാമ്പത്തിക സ്വയം വിലയിരുത്തൽ നടത്തുക. നിങ്ങളുടെ ആസ്തികൾ എന്തൊക്കെയാണ്? ബാധ്യതകൾ എന്തൊക്കെയാണ്? മിക്ക ആളുകൾക്കും തങ്ങളുടെ കൃത്യമായ സാമ്പത്തിക സ്ഥിതി അറിയില്ല. അവർ ഊഹത്തിലാണ് ജീവിക്കുന്നത്. ഇതിന് അറുതി വരുത്തുക. ഓരോ പൈസയും ട്രാക്ക് ചെയ്യാൻ തുടങ്ങുക. ഇത് വിരസമായി തോന്നാം, പക്ഷെ നിയന്ത്രണം ആരംഭിക്കുന്നത് അറിവിൽ നിന്നാണ്. നിങ്ങളുടെ ചെലവുകൾ രണ്ടായി തരംതിരിക്കുക: ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. ആഗ്രഹങ്ങൾ കഴിയുന്നത്ര വെട്ടിക്കുറയ്ക്കുക. ഈ മിച്ചം വരുന്ന പണം നിക്ഷേപിക്കുക. ഇതാദ്യം വളരെ ചെറിയ തുകയായിരിക്കാം, കാര്യമില്ല. പ്രധാനം ശീലമാണ്. ഈ പണം ഒരിക്കലും ചെലവാക്കരുത്. ഇത് നിങ്ങളുടെ സുവർണ്ണ മുട്ടയിടുന്ന താറാവിനുള്ള തീറ്റയാണ്. ഈ തുക ഉപയോഗിച്ച് നിങ്ങൾ നിക്ഷേപം തുടങ്ങുന്നു. ഓഹരി വിപണിയിലോ ഇൻഡെക്സ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം: നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പണം ഒരിക്കലും നിക്ഷേപിക്കരുത്. അതായത് നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ പണം റിസ്ക് എടുത്ത് നിക്ഷേപിക്കരുത്. നിക്ഷേപത്തിനായി മാത്രം മാറ്റിവെച്ച പണമേ ഉപയോഗിക്കാവൂ. ഈ മാനസിക സുരക്ഷിതത്വം നിങ്ങളെ യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. പണം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ നയിക്കപ്പെടുന്ന നിക്ഷേപം എപ്പോഴും പരാജയപ്പെടും. നിക്ഷേപത്തിന്റെ ലോകത്ത് 2 തരം നിക്ഷേപകരാണുള്ളത്. ശരാശരി നിക്ഷേപകൻ വൈവിധ്യവൽക്കരണത്തിലൂടെ സുരക്ഷിതത്വം തേടുന്നു. എന്നാൽ മികച്ച നിക്ഷേപകൻ ഒരു മേഖലയിൽ ആഴത്തിൽ പഠിച്ച് അതിൽ വിദഗ്ധനാകുന്നു. ഒരു മേഖല നന്നായി അറിയുക. അങ്ങനെ നിങ്ങൾക്ക് ആ മേഖലയിലെ അവസരങ്ങൾ മറ്റുള്ളവർ കാണുന്നതിനു മുമ്പേ തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ബുദ്ധിപരമായ നിക്ഷേപം. കഴിഞ്ഞ 20 വർഷമായി മാർക്കറ്റിൽ ഇറങ്ങാതെ സമയം ശരിയാകട്ടെ എന്ന് കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും സമയം ശരിയാകില്ല. കാരണം മാർക്കറ്റ് എപ്പോഴും മുകളിലും താഴെയും പോകും. പക്ഷേ
ദീർഘകാലാടിസ്ഥാനത്തിൽ ആസ്തികളുടെ മൂല്യം എപ്പോഴും വർദ്ധിച്ചിട്ടേയുള്ളൂ. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ഒരു തടസ്സമായി കാണാതെ ഒരു പ്രേരകമായി കാണുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ പലരും ആരംഭിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. ഒന്നുമില്ലായ്മ ഒരു അനുഗ്രഹമാണ്, കാരണം നഷ്ടപ്പെടാനൊന്നുമില്ല. വലിയ കടങ്ങളും ബാധ്യതകളും ഇല്ലാത്ത ഒരു യുവാവിന് ജീവിതം ഒരു ശൂന്യമായ ക്യാൻവാസാണ്. ആദ്യം ചെയ്യേണ്ടത് മോശം സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. ശമ്പളം കിട്ടുന്ന ആദ്യ ദിവസം തന്നെ ഒരു നിശ്ചിത ശതമാനം നിങ്ങളുടെ നിക്ഷേപ അക്കൗണ്ടിലേക്ക് മാറ്റുക. ബാക്കിയുള്ളത് ജീവിക്കാൻ ഉപയോഗിക്കുക. സ്വയം പണം നൽകുക എന്നതാണിതിന്റെ തത്വം. മിക്ക ആളുകളും എല്ലാവർക്കും കൊടുത്തതിനു ശേഷം ബാക്കിയുണ്ടെങ്കിൽ സ്വയം കൊടുക്കുന്നു. ഈ ക്രമം മാറ്റുക. ആദ്യം നിങ്ങൾക്ക് കൊടുക്കുക. ഈ ചെറിയ മാറ്റം പതിറ്റാണ്ടുകൾക്കുള്ളിൽ കോടികളുടെ വ്യത്യാസമുണ്ടാക്കും. ഇത് പണം ബഡ്ജറ്റ് ചെയ്യാനുള്ള കഴിവിനെ നിർബന്ധപൂർവം വളർത്തിയെടുക്കും. പണം കുറവായതിനാൽ നിങ്ങൾ കൂടുതൽ വിഭവശേഷിയുള്ളവരാകും. നിങ്ങളുടെ സാമൂഹിക വലയം നിങ്ങളുടെ സമ്പത്തിനെ നേരിട്ട് സ്വാധീനിക്കുന്നു. നിങ്ങളെക്കാൾ മിടുക്കരായ, സാമ്പത്തികമായി ബുദ്ധിയുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുക. അവർ സംസാരിക്കുന്നത് കേൾക്കുക. അവരുടെ ചിന്താരീതി മനസ്സിലാക്കുക. പണത്തെക്കുറിച്ച് പരാതി പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. പണം ചീത്ത ആണെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളെ അവരുടെ തലത്തിലേക്ക് വലിച്ചിടും. നിങ്ങൾ ശരാശരിയായ 5 ആളുകളുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾ 6ാമത്തെ ശരാശരിക്കാരനായിത്തീരും. നിക്ഷേപ ക്ലബ്ബുകളിൽ ചേരുക. സാമ്പത്തിക വാർത്തകൾ പിന്തുടരുക. പുതിയ ബിസിനസ് മോഡലുകളെക്കുറിച്ച് പഠിക്കുക. ഒരു ദിവസം നിങ്ങളൊരു നിക്ഷേപ അവസരം കാണും. അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചർ ആയേക്കാം. പക്ഷെ ആ അവസരം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കണം. ഭാഗ്യമെന്നത് തയ്യാറെടുപ്പും അവസരവും തമ്മിലുള്ള കൂടിച്ചേരലാണ്. ഇത് മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് നമ്മെ നയിക്കുന്നു. പരാജയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചത് പരാജയം മോശമാണെന്നാണ്. തെറ്റുകൾ ശിക്ഷാർഹമാണ്. എന്നാൽ യഥാർത്ഥ ലോകത്ത് പരാജയം എന്നത് വിജയത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ എത്ര കൂടുതൽ പരാജയപ്പെടുന്നുവോ അത്രയധികം വിജയിക്കും. ഒരു നിബന്ധനയോടെ: ഓരോ പരാജയത്തിൽ നിന്നും നിങ്ങൾ പാഠം പഠിക്കണം. കിയോസാക്കി പറയുന്നത് വിജയം ഒരു മോശം അധ്യാപകനാണ് എന്നാണ്. വിജയം നമ്മളെ അഹങ്കാരികളാക്കുന്നു, ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ പരാജയം നമ്മളെ വിനയാൻവിതരാക്കുകയും പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആദ്യ ബിസിനസ് പരാജയപ്പെട്ടേക്കാം. ആദ്യ നിക്ഷേപത്തിൽ നഷ്ടം വന്നേക്കാം. അതിൽ തളർന്നു പോകരുത്. അത് നിങ്ങളുടെ സാമ്പത്തിക ബിരുദത്തിനുള്ള ട്യൂഷൻ ഫീ ആയി കണക്കാക്കുക. ടെക്സസിൽ ഒരു പ്രസിദ്ധമായ ചൊല്ലുണ്ട്: നിങ്ങൾ കളി ജയിക്കണമെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ കളത്തിലെങ്കിലും ഇറങ്ങണം. നിങ്ങൾ ഒരിക്കലും കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കുകയോ തോൽക്കുകയോ ഇല്ല. എന്നാൽ സാമ്പത്തിക ജീവിതത്തിൽ കളിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തോൽവി. അവസാനമായി, ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം: എന്തിനാണ് നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത്? അതിനുള്ള ഉത്തരം എനിക്ക് ധാരാളം പണം വേണം എന്നതായിരിക്കരുത്. ഒരു ശക്തമായ വൈകാരികമായ കാരണം വേണം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ജോലി ചെയ്യേണ്ടി വരാത്ത ഒരു വാർദ്ധക്യം നൽകാൻ. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നേരിട്ട സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ. ഒരുപക്ഷെ സമൂഹത്തിന് തിരികെ നൽകാൻ. ഈ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് രാവിലെ എഴുന്നേൽക്കാനുള്ള ഊർജം. അതാണ് ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള ഇന്ധനം. പണം ഒരു ലക്ഷ്യമല്ല, ഒരു ഉപാധിയാണ്. കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ആ പണം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നത്. ഒരു ചെറിയ പരീക്ഷണം നടത്തൂ. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു കടലാസ് എടുത്ത് നിങ്ങളുടെ മാസ ചെലവുകൾ എഴുതുക. നിങ്ങളുടെ ജോലി നാളെ നഷ്ടപ്പെട്ടാൽ എത്ര മാസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകും? ആ സംഖ്യ കാണുമ്പോൾ നിങ്ങൾക്കൊന്നുകിൽ ഭയം തോന്നാം, അല്ലെങ്കിൽ പ്രചോദനം. ഭയം തോന്നിയാൽ ആ ഭയത്തെ നിങ്ങളുടെ ചാലക ശക്തിയാക്കി മാറ്റുക. ഈ നിമിഷം തന്നെ ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനം. ജോലിയുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു. അത് എളുപ്പമുള്ള യാത്രയായിരിക്കില്ല, പക്ഷേ അത് വിലപ്പെട്ടതായിരിക്കും. കാരണം നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത് വെറും ഒരു ബാങ്ക് ബാലൻസ് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണമാണ്. സമ്പത്തിന്റെ യഥാർത്ഥ അർത്ഥം സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനേക്കാൾ നിങ്ങൾ എന്തായി തീരണമെന്നതാണ് യഥാർത്ഥ പരിവർത്തനം. സാമ്പത്തിക ബുദ്ധിയുള്ള, നിയന്ത്രണമുള്ള ഭാവിയെ ആത്മവിശ്വാസത്തോടെ നേരിടുന്ന ഒരു വ്യക്തിയായിത്തീരുക. അതാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ചുരുക്കത്തിൽ, ജീവിതം നിങ്ങളോട് ചോദിക്കുന്നതിതാണ്: നിങ്ങളുടെ സാമ്പത്തിക ഭാവി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിച്ച് ശമ്പള ദിനത്തിനായി കാത്തിരുന്ന് ഒടുവിൽ പ്രായമാകുമ്പോൾ പശ്ചാത്താപത്തോടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതോ ഈ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിനെ തുറന്ന്
ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ച് ഭയത്തെ മാറ്റി നിർത്തി. നിങ്ങളുടെ ആസ്തി കോളം കെട്ടിപ്പടുത്ത് ജീവിതത്തിൽ ആദ്യമായി പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യവസ്ഥ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും ഇന്ന് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. നിങ്ങൾ സമ്പന്നരുടെ ഭാഷ പഠിക്കുമോ, അതോ ദരിദ്രരുടെ ഒഴികഴിവുകളിൽ അഭയം തേടുമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കി കഥ എഴുതുന്നത് ആ തീരുമാനമായിരിക്കും.